3 മാസം മുമ്പ് നമുക്ക് ഭയങ്കര ഒരു രസകരമായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് നടന്നു. അതായത് നമുക്കൊരു ക്ലയൻറ്റ് എൻക്വയറി വന്നു, നിങ്ങൾ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നു. ഒബിയസ്ലി നമ്മൾ പറഞ്ഞു ഓക്കെ സർ, വി ആർ ഡൂയിങ് ദിസ് മച്ച് തിങ്സ് ആൻഡ് ഈ ഒരു ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞൊരു 1 അവറോളം ഞങ്ങൾ സംസാരിച്ചു. പുള്ളിയുടെ ഡൗട്ട്സ് ചോദിച്ചു, നമ്മളത്തെ ടീം അത് ക്ലാരിഫൈ ചെയ്തു, നമ്മൾ ചെയ്ത റെഫറൻസ് വർക്ക് കൊടുത്തു, എല്ലാം കൊടുത്തു. ഫൈനലി എല്ലാവരെയും കൂട്ട് പ്രൈസിങ് വന്നപ്പോഴത്തേക്കാണ് പുള്ളിക്കാരൻ്റെ അതുവരെ സംസാരിച്ച ആളല്ലായിരുന്നു പിന്നെ സംസാരിച്ചത്. നിങ്ങൾ എന്നെ പറ്റിക്കാൻ നോക്കുകയാണോ? എനിക്ക് 3000-4000 രൂപയ്ക്ക് ഇവിടെ വെബ്സൈറ്റ് ചെയ്യാമെന്നുള്ള അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. ഞാൻ ടെക്നോളജിയിൽ വീക്ക് ആയതുകൊണ്ടാണോ നിങ്ങൾ എന്നെ പറ്റിക്കുന്നത്? ഇങ്ങനത്തെ ഒരു സിനാരിയോ ആയിരുന്നു ആ പുള്ളിയുടെ ക്വസ്റ്റ്യൻസ് വന്നത്. നമ്മൾ കോട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യുന്ന പ്രൈസിൽ നിന്ന് 50% ലെസ്സാണ് നമ്മൾ കോട്ട് ചെയ്തത്. ഇങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സിൻ്റെ ഇടയ്ക്കുണ്ട്. ഈ ഒരു വെബ്സൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പല സ്റ്റേജസ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ലൈവിലേക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സപ്പോസ് നമുക്കൊരു വെബ്സൈറ്റിൻ്റെ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു UI/UX റിസർച്ച് നടത്തും, ഒരു ഡിസൈൻ ഫൈനലൈസ് ചെയ്യും. ദെൻ ആ ഡിസൈൻ ആണെങ്കിൽ അതിൻ്റെ ഒരു HTML കൺവേർഷനിലേക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്ക് ആൻഡ് ടെക്നോളജീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഒരു ടെസ്റ്റർ വന്നിട്ട് ആ ഒരു വെബ്സൈറ്റ് ടെസ്റ്റ് ചെയ്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളത് പബ്ലിക് ഡൊമൈൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലേക്ക് അത് ഹോസ്റ്റ് ചെയ്യുന്നത്. സോ ഇത്രയും ഒരു പ്രോസസ്സും ഇത്രയും മാൻ പവേഴ്സോടെ വർക്ക് ചെയ്തിട്ടാണ് ഒരു വെബ്സൈറ്റ് നമ്മുടെ മുമ്പിൽ എത്തുന്നത്. ഈ പറയുന്ന 4000 രൂപയ്ക്കും 5000 രൂപയ്ക്കും ചെയ്യുന്ന വെബ്സൈറ്റും നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയിൽ നിങ്ങൾക്ക് വേണ്ട ടെക്നോളജി യൂസ് ചെയ്ത് കസ്റ്റമായിട്ട് ചെയ്യുന്ന വെബ്സൈറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. സോ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഫൗണ്ടേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാതെ നമ്മൾ എത്ര കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അത് ഒരു പരിധി കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ബാക്ക്വേർഡായിട്ട് ഫയർ ചെയ്യും.